ഹായ്, എല്ലാവർക്കും ലേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC ഫിസിക്സിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ഇതാണ് പറയുന്നത്: എ മോട്ടോർ ബൈക്ക് പാസഞ്ചർ സീസ് എ റിയർ ഫേസിംഗ് കാർ 1/6 times its true size in the rear view mirror. If the actual distance between the bike and the car is 30 meter, calculate the radius of curvature of the rear view mirror. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. വളരെ ടഫ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നും കൂടിയും ഈ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഓക്കെ, സോ നിങ്ങൾ പറയുന്നു, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു മോട്ടോർ ബൈക്ക് ഉണ്ട്. ഈ മോട്ടോർ ബൈക്കിന് തൊട്ട് മുമ്പിൽ ഒരു കാറുണ്ട്. ആ കാറിലെ മിററിൽ എന്ത് ചെയ്യുന്നു? തൻ്റെ ഇമേജ് കാണുന്നു. മോട്ടോർ ബൈക്കിലുള്ള ഒരു വ്യക്തി തൻ്റെ ഇമേജ് കാണുന്നു. ആ ഇമേജിൻ്റെ സൈസ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഇമേജിൻ്റെ സൈസ് കണ്ടോ, ട്രൂ സൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ സൈസ് 1/6 ടൈംസ് ആണ്, 1/6 മടങ്ങാണെന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിലൂടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ഉദ്ദേശിക്കുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചാണ്? മാഗ്നിഫിക്കേഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, ആവർത്തനം അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് -v/u ആണ് അല്ലേ ഇക്വേഷൻ, അല്ലെങ്കിൽ hi/ho ആണ് ഇക്വേഷൻ. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -v/u ആണ്, അല്ലെങ്കിൽ hi/ho. ഓക്കെ, യെസ്, അതാണ് ഈ -v/u എന്ന് പറയുന്നതാണ് എത്ര? 1/6 ടൈംസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്. ക്ലിയർ? യെസ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, അത് 1/6 ടൈംസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഇനി അടുത്ത വരിയിലേക്ക് വരുമ്പോൾ, ഇഫ് ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബൈക്ക് ആൻഡ് ദ കാർ ഈസ് 30 മീറ്റർ, ബൈക്കും കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 മീറ്റർ ആണെന്ന് പറയുന്നു. ഓക്കെ, ബൈക്കും കാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് അവർ ഇൻഡയറക്ട്ലി ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് u എന്ന് പറയുന്നത് എത്രയായിട്ട് എടുക്കണം? 30 മീറ്റർ എന്ന് എടുത്താൽ പോരാ, -30 മീറ്റർ എന്ന് നിങ്ങൾ എടുക്കണം. ഓക്കെ, 30 എന്നല്ല നിങ്ങൾ എടുക്കേണ്ടത്, -30. കാരണം നമ്മൾ ചിത്രം വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, മോട്ടോർ ബൈക്ക് ഉണ്ട്. ഈ മോട്ടോർ ബൈക്കിന് തൊട്ട് മുമ്പിലായിട്ടൊരു കാറുണ്ട്. കാറിൽ എന്തുണ്ട്? യെസ്, ഒരു മിറർ ഉണ്ട്. ഈ മിററിൽ നിങ്ങൾക്കറിയാം, മിററിൻ്റെ പോളിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക? വാല്യൂസ്, അതിൻ്റെ സൈൻ കൺവെൻഷൻ എടുക്കുക. അപ്പോൾ പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കല്ലേടാ ഒബ്ജക്റ്റ് ഇരിക്കണേ? നിങ്ങൾ നോക്കിയിട്ട് പറയൂ, പോളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ വാല്യൂസിനും നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് വേണം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എടുക്കാനായിട്ട്. ഓക്കെ, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മോട്ടോർ ബൈക്ക് ഉണ്ട്. മോട്ടോർ ബൈക്കിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു കാറുണ്ട്. കാറിൻ്റെ മിററിലാണല്ലോ ഇമേജ് കാണുന്നത്. അപ്പോൾ കാറിൻ്റെ മിററിൽ നിങ്ങൾ ഇമേജ് കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിററിൻ്റെ പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം ഒബ്ജക്റ്റ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് വാല്യൂവിലാണ് നമ്മൾ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ -30 മീറ്റർ എന്നേ നിങ്ങൾ എടുക്കാവൂ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് ഈ പറഞ്ഞ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷനിൽ നമുക്ക് യുവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. യെസ്, യുവിൻ്റെ വാല്യൂ നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നു -v/u = എത്ര കിട്ടി? യെസ്, 1/6 എന്ന് കിട്ടി. 1/6. ഇനി ഞാൻ യുവിൻ്റെ വാല്യൂ എന്ത് കൊടുക്കുകയാണ്? പുട്ട് u = എത്ര? -30 മീറ്റർ എന്ന് കൊടുക്കുകയാണ്. യുവിൻ്റെ വാല്യൂ -30 എന്ന് കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ -v/-30 = 1/6 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? -v/-30 = 1/6 എന്ന് കിട്ടി. ഇനി മൈനസും നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. മൈനസും കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എഴുതുകയാണ് v/30 = 1/6 എന്ന് എഴുതി. v/30 = 1/6 എന്ന് എഴുതി. ഇനി നമുക്ക് അവിടെ നിന്ന് വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. വിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കാരണം ഈ 30നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ /30 ആയിരുന്നു. അത് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ × 30 മാറും. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ v = 1/6 × 30 എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 6നെയും 30നെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് v = 5 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. വിയുടെ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, വിയുടെ വാല്യൂ 5 മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. എടാ മക്കളെ, നമ്മൾ ചെയ്ത മെത്തേഡ് ഒന്നേ ഉള്ളൂ. ആദ്യം മാഗ്നിഫിക്കേഷൻ -v/u എന്ന ഇക്വേഷൻ എടുത്തു. ആ -v/u ക്വസ്റ്റ്യനിൽ പറയുന്നു 1/6 മടങ്ങാണ്.
ഓക്കെ, 1/6 ടൈംസ് ആണെന്ന് പറയുന്നു. അതുപോലെ യുടെ വാല്യൂ -30 കിട്ടി. എന്തുകൊണ്ടാണ് -30 എടുക്കാൻ കാരണം? മിററിൻ്റെ പോളിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, -30 എന്ന് എടുത്തു. ഇങ്ങനെ ഈ -v/uവും 1/6 നമ്മൾ ഇക്വേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ യുടെ വാല്യൂ കൊടുത്തു -30. അപ്പോൾ അവിടെ മൈനസും കട്ട് ചെയ്ത് പോയി. ബാക്കി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി v = 5 മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞു കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കേട്ടിരിക്കണം, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാനത്തെ നോക്കിയൊന്നും ഇരിക്കരുത്, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് v കിട്ടി. v എന്ന് പറഞ്ഞാൽ 5 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഞാൻ ആ ഡാറ്റാസ് ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ r ആണ്. r കാണാനായിട്ട് നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, r = 2f എന്ന് പറഞ്ഞ ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത്തിൻ്റെ 2 മടങ്ങ് അല്ലെങ്കിൽ ഡബിൾ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന കാര്യം മാത്രമേ നമ്മൾ ആ ഒരു ഇക്വേഷൻ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ആദ്യം കണ്ടുപിടിക്കണം. ഈ എഫ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടുള്ളൂ. റെഡി? അപ്പോൾ എഫ് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്കറിയാം, മിററിൻ്റെ എഫ് കണ്ടുപിടിക്കാൻ പല കുട്ടികൾ ചോദിച്ചത് കണ്ടു. മിററിൻ്റെയും ലെൻസിൻ്റെയും തമ്മിൽ ഇക്വേഷൻസ് തെറ്റുന്നു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ചെയ്തിരുന്നു. ആ കുട്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മിറർ എന്ന് പറഞ്ഞാൽ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് മോൾ ഒരൊറ്റ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. uv/u+v എന്ന് പറയുന്ന ഇക്വേഷൻ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഏത് ഇക്വേഷൻ? uv/u+v എന്ന ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഇക്വേഷൻ? f = uv/u+v. f = uv/u+v. പ്ലസ് ആണ്, മിറർ ആണെങ്കിൽ പ്ലസ് ആണ്. ഓക്കെ, f = uv/u+v. റെഡി? യെസ്. അപ്പോൾ uv/u+v എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ഇവിടെ ഇക്വേഷൻ കൃത്യമായിട്ട് ഉപയോഗിക്കാം. u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -30 മീറ്റർ ആണ്, v എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ആണ്. റെഡി അല്ലേ? അപ്പോൾ -30 × 5 -30 + 5. റെഡി ആയിട്ട് ചെയ്യാമല്ലോ. സിമ്പിളായിട്ട് ചെയ്യാം, എല്ലാ കുട്ടികൾക്കും ചെയ്യാം. 9ാം ക്ലാസ്സുകാർ 8ാം ക്ലാസ്സുകാർ അടക്കം ഈ ഒരു വാല്യൂസ് ഇപ്പോൾ ചെയ്യുന്നു. ഓക്കെ, സോ നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്യാം. -30 × 5 എന്ന് പറഞ്ഞാൽ -150 ആണ്. ഇനി -30 + 5, പലരും ഇവിടെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. മൈനസ് വാല്യൂ ഉണ്ട്, പോസിറ്റീവ് വാല്യൂ ഉണ്ട്. എന്താ മക്കളെ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. ഓക്കെ, കാരണം നിങ്ങളിവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, മൈനസ് വാല്യൂ ഉണ്ട്, പോസിറ്റീവ് വാല്യൂ ഉണ്ട്. പലരും -30ഉം 5ഉം കൂട്ടി -35 എന്നൊക്കെ എഴുതി വയ്ക്കും. അങ്ങനെയൊന്നും എഴുതരുത്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. ഓക്കെ, അപ്പോൾ വലുതെന്ന് പറഞ്ഞാൽ ഇവിടെ 30 ആണ്. 30ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 25 ആണ്. വലുതിൻ്റെ ചിഹ്നം ഇവിടെ നെഗറ്റീവാണ്, അപ്പോൾ -25 എന്ന് കിട്ടും. ഓക്കെ, -25. ഈ മൈനസും തമ്മിൽ കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്ക് കിട്ടും 150 എത്ര കിട്ടൂടാ? 25 എന്ന് കിട്ടും. ശരിയല്ലേ? 150/25. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ, കാരണം 25 × 4 എന്ന് പറയുമ്പോൾ 100 ആണ്. ഓക്കെ, ഇനി 6 എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ ഫോക്കൽ ലെങ്ത് നമുക്ക് കിട്ടി. എഫ് എന്ന് പറയുന്നത് കിട്ടി 6 മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ ആണല്ലോ. യെസ്, 6 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഫോക്കൽ ലെങ്ത് കിട്ടി. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫോക്കൽ ലെങ്ത് കാണാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കരുത്. മിററിൻ്റെ ആണെങ്കിൽ uv/u+v, uv/u+v. പ്ലസ് ആണ്. മിററിൻ്റെ ആണെങ്കിൽ പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ f = uv/u+v എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത് കിട്ടിയിട്ടുണ്ട് 6 മീറ്റർ എന്ന്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റും. r = 2f അല്ലേ. റേഡിയസ് ഓഫ് കർവേച്ചർ = 2f എന്ന് കിട്ടി. അതായത് 2f എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 2 × f അല്ലേ. 2 × f ആണ്. അപ്പോൾ 2 × 6 എന്ന് കിട്ടി. അതായത് 12 മീറ്റർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഈ ഒരു 12 മീറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട എല്ലാ ഇക്വേഷൻസും യൂസ് ചെയ്തത്. ഓക്കെ, നമ്മൾ ഏതൊക്കെ ഇക്വേഷൻ കണ്ടു? ആദ്യം തന്നെ നമ്മൾ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ കണ്ടു അല്ലേ. -v/u = hi/h എന്ന ഇക്വേഷൻ കണ്ടു. അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് v കണ്ടുപിടിച്ചു. ഓക്കെ, v കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ രണ്ടാമത് പഠിച്ച ഇക്വേഷനാണ് f = uv/u+v. അത് മിററിൻ്റെ കേസിലാണ്. മിററിൻ്റെ കേസിലാണെങ്കിൽ u+v ആണ് വരിക കേട്ടോ. u+v ആണ് വരിക.
റെഡി? യെസ്. അതുപോലെ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ പഠിച്ചു, R = 2F. ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ R = 2F എന്ന ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ SSLCയിൽ നിങ്ങൾ ആദ്യത്തെ 4 ചോദ്യത്തിൽ ഏതെങ്കിലും ഒരു ചോദ്യം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. സോ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. സോ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടി എത്ര? യെസ്, 12 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എനിക്കറിയാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. മനസ്സിലാവാത്തവർ ഒന്നുകൂടിയും ഒരു 2 തവണ 3 തവണ കാണുന്നതായിരിക്കും നല്ലത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, അവരും SSLC കൃത്യമായിട്ട് പഠിച്ചിട്ട് മുമ്പോട്ട് പോകണം. സോ അവരിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് കൂടി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ മറ്റൊരു ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.